ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ കപ്പുച്ചിൻ സഭയിലെ സെൻറ് ജോസഫ് പ്രൊവിൻസിലെ ഒരംഗമാണ്. പേര് സോമി എബ്രഹാം. കപ്പുച്ചിൻ സഭയിലേക്ക് വരുന്നതിന് പ്രചോദനമായിട്ട് എനിക്ക് വന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തി തന്നെയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഭക്തി അല്ലെ അമ്മയോടുള്ള സ്നേഹം എങ്ങനെ ഉള്ളിൽ ജനിച്ചു എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ മാതാപിതാക്കളിൽ നിന്നാണ് അത് ഉള്ളിലേക്ക് കടന്നു വന്നത്. മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, പപ്പയ്ക്കും മമ്മിക്കും ഒരുപോലെ തന്നെ സ്വാധീനമുണ്ട്. ആദ്യം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് സംസാരിച്ചു തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, മമ്മി എന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. മമ്മി എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നുള്ള ആ സൂര്യദേവം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പ്രാർത്ഥന തന്നെയാണ് ആദ്യം എനിക്ക് പറഞ്ഞു തന്നത്, എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ. എന്നാലും ഒത്തിരി നേരം ഒന്നും അത് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നാലും സ്കൂളിലൊക്കെ ചേരുന്ന പ്രായത്തിന് മുൻപ് ഒരു നിക്കറും മാത്രം ഇട്ട് ഷർട്ടൊന്നും ഇടാതെ ഒരു കുഞ്ഞു കുട്ടിയായിട്ട് നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ വേനൽക്കാലം, എനിക്ക് തോന്നുന്നു 1985 80-ലാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ ഒരു 83-ലോ 84-ലോ ഒക്കെ ആയിരിക്കാം അത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു വലിയ വേനൽ വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് വീടിനടുത്തുള്ള കിണറ്റിലൊക്കെ വെള്ളം തികയാത്തത് കൊണ്ട് ഒരു വലിയ കുന്നിറങ്ങി നമ്മുടെ തന്നെ സ്ഥലത്ത് താഴ്ഭാഗത്തായിട്ടൊരു തോടുണ്ട്, അവിടെ പോയിട്ട് വെള്ളം കോരിക്കൊണ്ട് മമ്മിയും ചേച്ചിയും ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ അവർ വസ്ത്രമൊക്കെ അലക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോൾ കൊച്ചുകുട്ടിയായി എന്നെയും കൂടത്തിൽ കൂട്ടി. അപ്പം അവരുടെ ഒപ്പം പോകാനായിട്ട് എനിക്ക് അല്പം മടിയുണ്ടായിരുന്നു, കുറച്ച് ദൂരം നടക്കേണ്ടത് കൊണ്ട്. അപ്പം അതുകൊണ്ടാണോ എന്തോ അതിനടുത്ത് കുറച്ച് തടികൾ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തടികൾ വെട്ടിയിടുമ്പോൾ വിൽക്കാനിടുന്നതൊക്കെ ഇങ്ങനെ ചെത്തി നല്ല ക്ലീനാക്കി ഇങ്ങനെ ഇടുകയാണല്ലോ. അപ്പോൾ ആ തടി കണ്ടപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ അന്നേരം ഒരു പ്രചോദനം കിട്ടി. എൻ്റെ അമ്മ എൻ്റെ ആശ്രയം എന്നുള്ള പ്രാർത്ഥന മമ്മിയും ചേച്ചിയും ആ കിണറിനടുത്ത് എത്തുന്നത് വരെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മമ്മിയും ചേച്ചിയും ഇങ്ങനെ കിണറിനടുത്തേക്ക് ഇങ്ങനെ ബക്കറ്റിൽ തുണിയൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ട് എൻ്റെ അമ്മ എൻ്റെ ആശ്രയം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അവർ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മനസ്സിൽ വീണ്ടും തോന്നി അത് നിർത്തണ്ട. അതിനുശേഷം അവർ അവിടെ നിന്ന് ആ വസ്ത്രം അലക്കി കഴിയുന്നത് വരെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ പറയുക. അത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ഉള്ളിൽ തോന്നി ഇനിയും നിർത്തണ്ട, അവർ തിരികെ എൻ്റെ അടുത്ത് എത്തുന്നത് വരെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരികെ അവർ എൻ്റെ അടുക്കലേക്ക് എത്തി. അന്നേരവും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അന്നേരം ഒരു വലിയ കൊടുങ്കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഓർക്കുന്നുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞു, ഈ ചെറുക്കൻ എന്താണ് ഇരുന്ന് പെറുപെറുത്തുകൊണ്ടിരിക്കുന്നതെന്ന് മമ്മിയും ചേച്ചിയും ഇങ്ങനെ പറയുന്നു ഓർക്കുന്നുണ്ട്. മഴ വരുന്നുണ്ട്, വേഗം വരാൻ പറയുന്നു. പക്ഷേ അവർ തിരികെ വീട്ടിലെത്തുന്നത് വരെ എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറയാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചതും പറഞ്ഞതും ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട്, ചെറിയ കുട്ടിയായിരുന്നപ്പോൾ. അപ്പം അതെൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. പക്ഷെ അന്ന് തൊട്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. മാതാവിനോട് ഈശോയോട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് ഓർമ്മയുണ്ട്. ഇതാണ് ശരിക്കും പറയുന്നത് പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ അടുപ്പിച്ചത്. പിന്നീട് 10ാം ക്ലാസ് കാലഘട്ടങ്ങളിൽ 8 മുതലുള്ള കാലഘട്ടങ്ങളിൽ തീവ്രമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും സ്നേഹമുള്ള ഒരു സഭയാണ് ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭ. അപ്പോൾ ഫ്രാൻസിസ്കൻ സഭയിലെ അംഗമാകുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നു. അന്ന് പാതിരവിയെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയില്ല, കാരണം അദ്ദേഹം വിശുദ്ധനായിട്ടൊന്നും അന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ അതുപോലുള്ള അനേകം വിശുദ്ധരെ കുറിച്ച് പറയുമ്പോൾ അവരൊന്നെങ്കിൽ കപ്പുച്ചിൻ സഭയിലെ അംഗമായിരിക്കും, അതല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയിലെ അംഗമായിരിക്കും എന്നൊക്കെ പുസ്തകങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി കാണാം. അപ്പം ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചു ആ സഭയിൽ അംഗമാകാൻ. ആ ആഗ്രഹത്തിൻ്റെ തീവ്രത എന്തുമാത്രം എന്ന് ചോദിച്ചാൽ, പഠിക്കുന്ന സമയത്തും പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ ഫ്രാൻസിസ്കൻ ഉടുപ്പ് വരച്ചിട്ടുകൊണ്ടിരിക്കും. പരീക്ഷയുടെ സമയത്ത് അതിനുശേഷം സഭയിൽ ചേരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് പലപ്പോഴും എനിക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ പോലെ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ജയിക്കുമോ എന്നുള്ള കാര്യം തന്നെ എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെത്തി. ആദ്യമായിട്ട് നിങ്ങളാണോ ഫ്രാൻസിസ്കൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ആലുവയിലുള്ള കപ്പുച്ചിൻ പ്രൊവിൻഷ്യലേറ്റിലേക്ക് കത്തയച്ചു. ഉടനെ തന്നെ എനിക്ക് ഫാദർ ജോർജ് പുത്തമ്പുരാച്ചൻ അന്ന് വൊക്കേഷൻ പ്രൊമോട്ടറായിരുന്നു. ജോസഫ് പുത്തമ്പുരാച്ചൻ അല്ല, ജോർജ് പുത്തമ്പുരാച്ചൻ. അപ്പം അദ്ദേഹം വൊക്കേഷൻ പ്രൊമോട്ടർ ആയിരുന്ന സമയത്ത് ആ കത്തിന് മറുപടി കിട്ടി, ഞങ്ങളാണ് ശരിക്കുള്ള ഫ്രാൻസിസ്കൻസ്. അപ്പോൾ അന്ന് തൊട്ട് ഈ ഫ്രാൻസിസ്കൻ ഉടുപ്പ് വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. ഈ പുസ്തകങ്ങളിലെല്ലാം അതിങ്ങനെ വരച്ചു വെച്ചു. അവസാനം പരീക്ഷ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പഠിച്ചതായിട്ട് ഒന്നും തന്നെ ഓർമ്മയില്ല. പക്ഷേ പരീക്ഷ എഴുതിയാൽ ജയിക്കുമെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ജപമാല ചൊല്ലിക്കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഭയത്തെ മറികടന്നിരുന്നത്. അതിനുശേഷം ഈ 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പം പരീക്ഷയുടെ സമയം എത്തി. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇംഗ്ലീഷായിരുന്നു. കോപ്പി അടിക്കുകയല്ലാന്ന് തീരുമാനിച്ചിരുന്നു. ഇംഗ്ലീഷ് എക്സാമിന് ഒരു എക്സാമിൻ്റെ അവസരത്തിൽ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ഞാൻ ആകെ 2 ആൻസർ മാത്രമാണ് അതിൽ എഴുതിയത്. അതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു അതിൻ്റെ അവസാനം. അപ്പോൾ ആ സ്റ്റോറിയിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതായിരുന്നു ആ സ്റ്റോറിയെക്കുറിച്ചുള്ള. അപ്പോൾ അതിൽ 2 ആൻസറുകൾ മാത്രം എനിക്ക് അറിവുള്ളതുണ്ടായിരുന്നുള്ളൂ.
അതും ആ ക്വസ്റ്റ്യൻ വായിച്ചു, അതിൽ കണ്ടത് എഴുതി വെക്കുക ചെയ്തത്. അങ്ങനെ ആ 2 മാർക്കേ കിട്ടുള്ളൂ എന്ന് ഏകദേശം ഉറപ്പാണ്. എൻ്റെ പുറകിലിരുന്നവൻ അത് കണ്ടതിന് ശേഷം എക്സാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒന്നെങ്കിൽ നീ തോക്കും, കാരണം നീ 2 മാർക്കേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് ഒരു ഉറപ്പ് കിട്ടുന്നുണ്ടായിരുന്നു, സെമിനാരിയിൽ ചേരാൻ ആവശ്യമുള്ള മാർക്ക് എനിക്ക് കിട്ടും. ജോർജ് അച്ഛൻ്റെ കത്തിലുണ്ടായിരുന്നു 230 മാർക്കാണെങ്കിൽ മാത്രമേ സെമിനാരിയിൽ അഡ്മിഷനുള്ളൂ. അപ്പോൾ 230 മാർക്ക് ഈശോ എനിക്ക് തരുമെന്നുള്ള ധൈര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവസാനം സെമിനാരിയിലേക്ക് സെലക്ഷൻ കിട്ടി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൃത്യം 210 മാർക്കാണ് അന്ന് കിട്ടിയത്. 210 മാർക്ക് എനിക്കന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വളരെ വിഷമമായി. സെമിനാരിയിലേക്ക് സെലക്ഷൻ കിട്ടിയാലെന്ന് ഉറപ്പായി. അപ്പോൾ ഞാൻ ജോർജ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സെമിനാരിയിൽ ചേരണം, എനിക്ക് കപ്പുച്ചിൻ സഭയിൽ അംഗമാകണം, പക്ഷേ എനിക്ക് 210 മാർക്കേ ഉള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞു, മോനെ കൃത്യമായിട്ട് നിന്നോട് പറഞ്ഞിരുന്നു 230 കിട്ടിയാൽ മാത്രം വിളിച്ചാൽ മതിയെന്ന്. 230 കിട്ടിയവർ അതിൽ കൂടുതലുള്ളവരും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 210 കിട്ടിയവർ എടുക്കുന്നില്ല. അപ്പം എനിക്ക് വീണ്ടും വിഷമമായി. അതിന് ശേഷം വീണ്ടും ഞാൻ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, വൈകുന്നേരം നീ എന്നെ ഒന്നും കൂടെ വിളിക്കുക. അപ്പം വൈകുന്നേരത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. ഞാനൊരു ജപമാല എടുത്തു, 1ാമത്തെ രഹസ്യം ചൊല്ലി, അത് തീർന്ന ഉടനെ തന്നെ വീണ്ടും അച്ഛനെ വിളിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ്, നീ വൈകുന്നേരം എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരത്തേക്ക് വീണ്ടും കാത്തിരിക്കാൻ പറ്റിയില്ല. അടുത്ത രഹസ്യം ചൊല്ലി വീണ്ടും വിളിച്ചു. അപ്പം അച്ഛൻ ഇവിടെ ഇല്ല എന്നുള്ള ഉത്തരവാണ് ഫോൺ എടുത്തയാൾ പറഞ്ഞത്. പക്ഷെ എനിക്ക് കേട്ടത് അച്ഛൻ്റെ സ്വരം പോലെ തന്നെയാണ് തോന്നിയത്. വീണ്ടും അടുത്ത രഹസ്യം ചൊല്ലി വീണ്ടും ഇങ്ങനെ കാത്തിരുന്നു. അവസാനം രഹസ്യങ്ങൾ 5ഉം ചൊല്ലി തീർത്തതിന് ശേഷം വീണ്ടും വിളിച്ചു. അച്ഛൻ തിരികെ എത്തിയിട്ടില്ല, അച്ഛൻ വരുമ്പോൾ വിളിക്കാമെന്നുള്ള രീതിയിൽ അതേ സ്വരത്തിൽ നിന്ന് തന്നെ മറുപടി കിട്ടി. ലുത്തിനിയ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തിരികെ വിളി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ നിനക്ക് ഫ്രാൻസിസ്കൻ സഭയിൽ ചേരാനുള്ള തീഷ്ണതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നീ സഭയിലേക്ക് പോരുക. വീണ്ടും പരീക്ഷണങ്ങൾ കടന്നു പോയിരുന്നില്ല. ഞാൻ സെമിനാരിയിലേക്ക് ചേർന്നത് സുൽത്താൻ ബത്തേരിയിലുള്ള കപ്പുച്ചിൻ സെമിനാരിയിലാണ്. അപ്പം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലാണ് എൻ്റെ വീട്. ഈ വീട്ടിൽ നിന്ന് ഞാൻ പപ്പയുടെയും കസിൻ്റെയും ഒപ്പം അവിടെ ചെല്ലുകയാണ്. വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആയി. നല്ല മഴയും തണുപ്പുമുള്ള കാലാവസ്ഥയായിരുന്നു. അവിടെ ചെന്നപ്പോൾ റെക്ടറച്ചൻ്റെ മുറിയിൽ റെക്ടറച്ചനും വൈസ് റെക്ടറായിട്ടുള്ള ആളും ഇരിപ്പുണ്ട്. അതിന് പിന്നിൽ ഒരു 6-7 ബ്രദേഴ്സ് ഇങ്ങനെ നിൽപ്പുണ്ട്. വന്നവരെ വീണ്ടും ഒന്നും കൂടെ കണ്ട് മാർക്കും എല്ലാം നോക്കിയതിന് ശേഷമാണ് കടത്തി വിടുന്നത്. അപ്പം അവിടെ എത്തിയപ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ നിന്നവൻ എന്നോട് പറഞ്ഞു, എടാ എനിക്ക് 210 മാർക്കേ ഉള്ളൂ. അപ്പം ഞാനും പറഞ്ഞു, എനിക്ക് 210 മാർക്കേ ഉള്ളൂ. അദ്ദേഹം കട്ടപ്പന ഭാഗത്തു നിന്നുള്ള ആളായിരുന്നു, ഞാൻ തൊടുപുഴയിൽ നിന്നുള്ള ആൾ. അപ്പോൾ എന്നെ കഴിഞ്ഞ് നേരത്തെ യാത്ര തുടങ്ങിയതാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റെക്ടറച്ചൻ എൻ്റെ തൊട്ട് മുമ്പിൽ ഇരുന്ന ആളുടെ കയ്യിൽ നിന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, മോനെ 230 മിനിമം എന്ന് പറഞ്ഞിരുന്നു, നിനക്ക് 210 ഉള്ളൂ, അതുകൊണ്ട് നിനക്ക് ഇവിടെ തുടരാനായിട്ട് സാധിക്കില്ല, ദയവായിട്ട് പറയുന്നത് അംഗീകരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ പറഞ്ഞ് തിരികെ വിട്ടു. വീണ്ടും അടുത്ത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ കയ്യിൽ 210 മാർക്കിൻ്റെ ഈ SLC ബുക്കായിരുന്നു കയ്യിലിരുന്നത്. പക്ഷേ ബുക്ക് മേടിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അതിനുശേഷം എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് ഈ സഭയിൽ തുടരാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്, ഒരവസരം ഞാൻ നിനക്ക് തരാം. അങ്ങനെ എനിക്ക് വീണ്ടും അതിലേക്ക് അഡ്മിഷൻ കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജപമാലയിലൂടെ ശക്തമായിട്ട് കിട്ടിയ ആദ്യത്തെ അനുഭവമായിട്ട് തോന്നുന്നത് എൻ്റെ ഫ്രാൻസിസ്കൻ ദൈവവിളി തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ അടുത്ത ശക്തമായ മരീന അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫിലോസഫി കാലഘട്ടങ്ങളിലാണ്. വെറും 210 മാർക്ക് കിട്ടിയ എനിക്ക് ഫ്രാൻസിസ്കൻ കപ്പുച്ചിൻ സഭയിലേക്ക് കടന്നു വരാൻ സാധിച്ചെങ്കിൽ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ എല്ലാ എക്സാമിനും വളരെ ശക്തമായിട്ട് തന്നെ മാർക്കുകൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്നാൽ അത് ഏറ്റവും ശക്തമായത് ഫിലോസഫി കാലഘട്ടത്തിലാണ്. ആ സമയത്ത് എനിക്ക് മാരകമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ചു. മാരകമായ അസുഖം എന്ന് പറയാൻ കാരണം, സെമിനാരിയിൽ ഇനി തുടരാൻ സാധിക്കുകയില്ല, ഈ ജീവിതം ഉപേക്ഷിച്ച് പോകാൻ നീ തീരുമാനം എടുക്കുക, സെമിനാരിയിൽ നിന്ന് വിട്ട അനുഭവം. റെക്ടറച്ചൻ എന്നോട് പറഞ്ഞു, നിന്നെ സെമിനാരിയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ എല്ലാ സെമിനാരിയൻസും ഒരു യാത്ര പോകുന്ന ഒരു പതിവുണ്ട്. വ്യാഴാഴ്ചകളിൽ ഞങ്ങൾ പുറത്ത് ഔട്ടിങ്ങിന് പോകുമ്പോൾ നീ നിൻ്റെ ബാഗെല്ലാം എടുത്തുകൊണ്ട് പോവുക, കാരണം മറ്റുള്ളവർക്ക് അന്നേരം വിഷമമാവും, അതുകൊണ്ട് നീ അവരില്ലാത്തൊരു സമയത്ത് നിനക്ക് പോകാനായിട്ട് അനുവാദം തന്നിരിക്കുന്നു. ആ 3 ദിവസങ്ങളിൽ ശരിക്കും എനിക്ക് വളരെ അത്ഭുതം നിറഞ്ഞൊരു ദിവസമായിരുന്നു. കാരണം എന്നെ അതിനിടയ്ക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയി. അപ്പോൾ ആ ഡോക്ടറിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടി. അത് പക്ഷേ റെക്ടറച്ചൻ തുറന്നു നോക്കിയിട്ടില്ല. ഞാൻ തിരികെ എൻ്റെ റൂമിലേക്ക് വരികയാണ്. റെക്ടർ പറഞ്ഞു, ഇനി നിനക്ക് സെമിനാരിയിൽ തുടരാനായിട്ട് സാധിക്കുകയില്ല,
കാരണം ഈ അസുഖവുമായിട്ട് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ സെമിനാരിയിൽ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ ഭിത്തിയിൽ കലണ്ടറിൽ പരിശുദ്ധമ്മയുടെ ഒരു ചിത്രം കാണാം. ഉടനെ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കറിയാം എന്നെ ആർക്കും പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല, കാരണം ഈ ഫ്രാൻസിസ്കൻ സഭയിലേക്ക് ദൈവം ഈശോ എന്നെ വിളിച്ചതാണ്, അതുകൊണ്ട് എന്നെ ആർക്കും പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് സാധിക്കില്ല എന്ന് അറിയുമ്പോഴും എനിക്കറിയാം ഞാനിപ്പോൾ സെമിനാരിക്ക് പുറത്താണ്. പക്ഷേ എന്നെ തിരികെ എങ്ങനെ കൊണ്ടുവരും എന്നെനിക്ക് കാണാനായിട്ട് സാധിക്കണം, അത് അമ്മ എങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ 3 ദിവസങ്ങൾ കാത്തിരിക്കുകയാണ്. ആ 3 ദിവസങ്ങൾ കാത്തിരുന്നപ്പോൾ 3-ാം ദിവസം പോകേണ്ടതിൻ്റെ തലേ ദിവസം റക്ടർ അച്ഛൻ്റെ റൂമിന് ഫ്രണ്ടിലൂടെ പോകുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോഴാണ് ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് നീ എന്നോട് പറഞ്ഞെങ്കിലും എനിക്ക് അന്നേരം അത് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ ആ ഡോക്ടർ നിന്നോട് പറഞ്ഞു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നീ തുടരുക. ശരിക്കും അത് മാരകമായിട്ടുള്ളൊരു അസുഖത്തിൻ്റെ സാഹചര്യം തന്നെയായിരുന്നു. എന്നാൽ അന്ന് എന്നെ അതേ റിപ്പോർട്ട് കേട്ടിട്ടും പുറത്തു പോകാനായിട്ട് ആവശ്യപ്പെട്ട അച്ഛൻ വീണ്ടും എന്നോട് പറഞ്ഞു, നീ തുടരാനായിട്ട് അനുവദിച്ചിരിക്കുന്നു. ആ ഫിലോസഫി കാലഘട്ടം കഴിയുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉയർന്ന മാർക്കുകളിലൊന്ന് കരസ്ഥമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇംഗ്ലീഷ് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആ സമയത്ത് എനിക്ക് ഇംഗ്ലീഷിൽ കഥകൾ എഴുതുവാനും പ്രസംഗിക്കുവാനും സാധിച്ചിരുന്നു. അന്ന് മേരിമാത മേജർ സെമിനാരിയുടെ റെക്ടറായിരുന്ന ആൻഡ്രൂസ് അച്ഛൻ, ഇന്ന് അദ്ദേഹം ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്, അദ്ദേഹം ഒരിക്കൽ ഞാൻ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ, സെമിനാരിയിൽ വെച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഈ കുട്ടി പുറത്ത് ഏതെങ്കിലും രാജ്യത്താണോ ജനിച്ചത്, ഇവൻ പുറത്ത് എവിടെയെങ്കിലുമാണ് പഠിച്ചതെന്ന് ചോദിച്ചു. കാരണം അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് എനിക്ക് അന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനും പ്രസംഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിന് ഏറ്റവും ഉയർന്ന 2ാമത്തെ മാർക്ക് എനിക്കായിരുന്നു ഫിലോസഫി കാലഘട്ടങ്ങളിൽ. അപ്പം പരിശുദ്ധമ്മ ശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ശക്തമായൊരു ഇടപെടൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ സംഭവിച്ച കാര്യം അനേകർക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏകദേശം 2001 മുതൽ ഫിലോസഫി പഠിക്കുന്ന കാലഘട്ടം തൊട്ട് 2008 വരെ എനിക്ക് തുടർച്ചയായിട്ട് പനി ബാധിക്കുമായിരുന്നു. ആ പനി ബാധിച്ച് മുന്നോട്ട് പോകുമ്പോഴും എനിക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനും സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ 2008 നവംബർ 20 എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞതോടുകൂടി എനിക്ക് ആ പനിയോടൊപ്പം ശക്തമായി ചുമയും കൂടെ ബാധിച്ചു തുടങ്ങി. പിന്നീട് ഞാൻ തിരികെ മൂവാറ്റുപുഴയുള്ള ലൊരേറ്റോ ആശ്രമം, നൊവിഷ്യേറ്റ് ഹൗസ് ആണ്, അവിടെ വന്നു കഴിഞ്ഞ് ആ ഒരു സമയത്ത് എൻ്റെ ചുമ ശക്തമാവുകയും ആ സമയത്തൊക്കെ പല ദേവാലയങ്ങളിലും പാട്ടുകുർബാനയും അങ്ങനെയുള്ള ആഘോഷമായിട്ടുള്ള വിശുദ്ധ കുർബാനകൾക്കും ഒക്കെ എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല, കാരണം എൻ്റെ ശബ്ദം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നീട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിക്കാത്ത വിധം ചുമയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാധിച്ച് വളരെ ക്ഷീണിച്ച് ലൊരേറ്റോ, ഞങ്ങളുടെ നൊവിഷ്യേറ്റിലായിരിക്കുന്ന അവസരത്തിൽ ലൊരേറ്റോയിലെ പ്രധാന ചാപ്പലിന് പുറകിലായിട്ട് സങ്കീർത്തിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ സക്രാരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ വിശുദ്ധ കുർബാന കഷ്ടി നമ്മൾ പ്രൈവറ്റായിട്ട് അവിടുത്തെ കുക്കിങ്ങിനുള്ള സഹോദരനും അതുപോലെ തന്നെ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം ആ സക്രാരിയുടെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും. പിന്നീട് ബാക്കി ജോലികളെല്ലാം ചെയ്യും. വീണ്ടും തിരികെ പബ്ലിക്കായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു, പൊതുവേ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, എന്നാൽ എൻ്റെ പ്രായത്തിനനുസരിച്ച് ജപമാല അർപ്പിക്കണം. അതിന് കാരണമായിട്ടുള്ളൊരു സംഭവം നടന്നു. അതിൻ്റെ അടുത്ത ദിവസം കോതമംഗലം രൂപതയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം, കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് നാഗപ്പുഴ പരിശുദ്ധ ദേവമാതാവിൻ്റെ ദേവാലയം. ഈ നാഗപ്പുഴ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് 2.5 ലക്ഷത്തോളം ആളുകളെങ്കിലും വന്നു പോകുന്ന ഒരു ഇടമാണ്. അവിടെ കുമ്പസാരത്തിന് വൈദികരെ ഒത്തിരിയേറെ ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നിട്ട് അവിടുത്തെ വൈദികനായിരുന്ന പുരോഹിതനായിരുന്ന അടപ്പൂരച്ഛൻ വന്ന് ചോദിച്ചു, ആരെങ്കിലും കുമ്പസാരത്തിനായിട്ട് വിടുമോ? പക്ഷേ അച്ഛന്മാരെല്ലാം ധ്യാനങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്നതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് മാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ധ്യാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആർക്കും സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അച്ഛൻ വിഷമിച്ച് പോകുന്നത് കണ്ടുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ വന്ന് കുമ്പസാരിപ്പിക്കാം, എത്ര നേരം പറ്റുമെന്നറിയില്ല, എൻ്റെ വായിലൂടെ ബ്ലഡൊക്കെ ചിലപ്പോൾ വരും കുമ്പസാരിപ്പിക്കുമ്പോൾ. ഉടനെ അച്ഛൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല മോനങ്ങ് പോരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. സെപ്റ്റംബർ 1-ാം തീയതി അവിടെ കുമ്പസാരിപ്പിക്കാനായിട്ട് ചെന്നു. അതിനുശേഷം രാവിലെ 6 മണിക്ക് തുടങ്ങിയ കുമ്പസാരം വൈകുന്നേരം 5:30 വരെയുള്ളൊരു സമയത്തേക്ക് നീണ്ടു നിന്നു. അന്നേരമാണ് ഞാൻ ഓർത്തത്, അവിടം വരെ വന്നു കുമ്പസാരിപ്പിച്ചു,
വൈകുന്നേരം തിരിച്ചു പോകുന്നു. പക്ഷേ ജനത്തിരക്ക് മൂലം ഞാൻ ദേവാലയത്തിൽ കയറിയിരുന്നില്ല. മാതാവിൻ്റെ തിരുനാൾ നടക്കുന്നു, ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഞാൻ ആ പള്ളി നടയിൽ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് ഒരു വൈദികൻ വളരെ ശക്തമായിട്ട് വചനപ്രഘോഷണം നടത്തുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഞാനൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്ന് വചനം പ്രഘോഷിക്കുക. കാരണം എനിക്ക് അറിയാം, ഒരു 5 മിനിറ്റ് നേരം പോലും എനിക്ക് വചനം പ്രഘോഷിക്കാനായിട്ട് സാധിക്കില്ല. ഒന്ന്, എനിക്ക് ധൈര്യം കുറഞ്ഞു തുടങ്ങി, കാരണം ഇങ്ങനെ ചുമയൊക്കെ കാരണം. പിന്നെ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഉള്ളിൽ തന്നെ ചിരി വന്നു, ഞാനൊക്കെ ഇവിടെ നിൽക്കാനോ. പെട്ടെന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിരികെ ദേവാലയത്തിനകത്ത് കയറിയില്ല. തിരികെ ഞാൻ ആശ്രമത്തിലേക്ക് പോന്നു റെസ്റ്റ് എടുക്കാനായിട്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ തോന്നൽ വന്നത്, നമുക്ക് എൻ്റെ പ്രായത്തിനനുസരിച്ച് ജപമാല അർപ്പിക്കാം. എനിക്കന്ന് 31 വയസ്സാണ്. ഞാൻ ജപമാല അർപ്പിക്കാനായിട്ട് തുടങ്ങി. ഓരോ രഹസ്യങ്ങൾ, സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും മഹിമയുടെ ഒക്കെ രഹസ്യങ്ങൾ ഓരോ ജപമാലകളായിട്ടാണ് കരുതി. എന്നിട്ട് എൻ്റെ അമ്മയുടെ ഉള്ളിൽ കിടന്ന 10 മാസത്തെ സമർപ്പിച്ചൊരു ജപമാല അർപ്പിച്ചു. വീണ്ടും 1-ാമത്തെ വയസ്സിനെ സമർപ്പിച്ചർപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. ഏകദേശം ഒരു 28 ജപമാലകൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും അല്ല. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഏകദേശം 2-3 ദിവസങ്ങൾ എടുത്തു. അതിൽ 2-ാമത്തെ ദിവസം ഏകദേശം 3-ാമത്തെ ദിവസമാണെന്ന് കരുതുന്നു. 28-ാമത്തെ ജപമാല അർപ്പിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. വന്നത് മലങ്കര കത്തോലിക്ക സഭയിലെ ബദനി സന്യാസിനി സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യലേറ്റിൽ നിന്നാണ്. അവർ പറഞ്ഞു, അച്ഛൻ നന്നായിട്ട് ധ്യാനിപ്പിക്കുന്ന ആളാണെന്നറിയാം, അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ പ്രൊവിൻസിന് വേണ്ടി ഒരു ധ്യാനം നടത്തണം. അപ്പം പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട് പേടി കൊണ്ടും ഞാൻ ധ്യാനിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ടും പറഞ്ഞു, അത് വേറെ ആരെങ്കിലും ആയിരിക്കും, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. പറഞ്ഞല്ല, അച്ഛൻ തന്നെയാണ്. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഡയറി നോക്കട്ടെ. എന്നിട്ട് ഡയറി നോക്കുന്ന രീതിയിൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ആ ദിവസം എനിക്ക് വേറെ ധ്യാനമുണ്ട്, ഞാൻ പകരം വേറെ ആളാക്കാം. എന്നിട്ട് എൻ്റെ ബാച്ചുകാരനായിട്ടുള്ള ഒരു അടുത്തുള്ള പ്രൊവിൻസിലെ ഒരു സഹോദരനെ ആ ധ്യാനത്തിന് പകരം ഏൽപ്പിച്ചു. വീണ്ടും അടുത്ത ജപമാല അർപ്പിച്ചു. 29-ാമത്തെ ജപമാല അർപ്പിച്ചു. ആ ജപമാല അർപ്പിച്ചപ്പോൾ വീണ്ടും ഒരു ഫോൺ കോള് എനിക്ക് വരികയാണ്. അത് കപ്പാട് ദേവാലയത്തിൽ നിന്നാണ്. അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞിട്ട് ഒരാൾ വിളിക്കുന്നതാണ്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഇടവക തിരുനാളാണ്, അതിനോടനുബന്ധിച്ച് അച്ഛൻ ശക്തമായിട്ട് വചനം പ്രഘോഷിക്കുന്നറിയാം, അതുകൊണ്ട് അച്ഛനൊരു ധ്യാനം നടത്തണം. അപ്പോൾ ഡേറ്റ് എന്നാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഡയറി നോക്കട്ടെ. ഡയറി നോക്കിയതിന് ശേഷം വീണ്ടും പറയുന്ന രീതിയിൽ പറഞ്ഞു, വളരെ വിഷമമുണ്ട്, എനിക്ക് എൻ്റെ ഒരു ധ്യാനം തീരുന്നത് അതിനടുത്താണ്, വേറെ ഒന്നുകൊണ്ടല്ല, എൻ്റെ നിർവാഹമില്ലായ്മയാണ്, നുണ പറയുന്നതാണെന്നറിയാം, പക്ഷേ എൻ്റെ ഭയവും എൻ്റെ രോഗാവസ്ഥകളും ഒക്കെ എന്നെ അങ്ങനെ പറയാനായിട്ട് ആ സമയത്ത് പ്രേരിപ്പിച്ചു. പക്ഷേ അത് കേട്ട ഉടനെ അവർ പറഞ്ഞു, ഞങ്ങളൊരു ദിവസം കൂടെ മാറ്റിയിട്ടാൽ പറ്റുമോ? അപ്പം പെട്ടെന്ന് ഞാനടുത്ത് പെട്ടുപോയല്ലോ. വീണ്ടും പറഞ്ഞു, അതിനടുത്ത ദിവസം, ഒരു ദിവസത്തേക്ക് ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്ത ധ്യാനം തുടങ്ങിയാണ്, ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യാം. അങ്ങനെ അവരെ ഒഴിവാക്കി. അവർ പറഞ്ഞ്, ഞങ്ങൾ പേര് എഴുതി വെച്ചിരിക്കാം, അടുത്ത പ്രാവശ്യം വിളിക്കാം. വീണ്ടും 29-30-ാമത്തെ ജപമാല അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് നാഗപ്പുഴ ദേവാലയത്തിൽ നിന്ന് തന്നെയായിരുന്നു. അടപ്പൂരച്ചനായിരുന്നു വിളിച്ചത്. എന്നോട് പറഞ്ഞു, മോനെ, 1 വർഷമുണ്ട് കൃത്യം, അടുത്ത സെപ്റ്റംബർ മാസത്തിലെ കൺവെൻഷൻ നീ നടത്തണം. അപ്പം ഞാൻ ആ ദേവാലയത്തിൻ്റെ നടയിൽ നിന്ന് ദേവാലയത്തിനകത്തേക്ക് നോക്കി ചിരിച്ച കാര്യം അന്നേരം ഓർമ്മയിൽ വന്നു. ഒരു ധ്യാനം പോലും നടത്താനായിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് കരുതിയപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ആ ഒരു കൺവെൻഷൻ നടത്താനായിട്ടാണ് എനിക്ക് സാധിച്ചത്. എൻ്റെ പേരിൽ ആ പ്രാവശ്യത്തെ പത്രത്തിൽ ശരിക്കും ഒരു സപ്ലിമെൻ്റ് അടിച്ചു വന്നത് ഈ പ്രശസ്ത വചനപ്രഘോഷകനായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരാണ്. ഒരു ധ്യാനം പോലും നടത്തിയിട്ടില്ല. ഓർത്ത് നോക്കുക, ആദ്യത്തേത് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ കൺവെൻഷൻ നടത്താനാണ് കിട്ടിയത്. ആ സമയം ഞാൻ ഓർത്തു, ഇത് മാതാവ് ഇടപെടുന്നതാണ്. ഞാനത് ഏറ്റെടുത്തു. അതിനുശേഷം ആ 1 വർഷത്തിന് ശേഷം ആ സെപ്റ്റംബർ 1-ാം തീയതി പോലും എനിക്കൊരു ടോക്ക് ഒരുങ്ങാനായിട്ട് സാധിച്ചില്ല. ഞാൻ അന്നേരം ഓർത്തു, പേരിൽ എൻ്റെതാണെങ്കിലും നമുക്ക് 3 ദിവസം ഓരോ ദിവസത്തെയും ടോക്കുകൾ തന്നെയാണ് വൈകുന്നേരവും കൊടുക്കുന്നത്. കാരണം കൺവെൻഷൻ ആയതുകൊണ്ട് ആളുകൾ വന്നു പോവുകയാണ്. അതുകൊണ്ട് ഓർത്തു, 3 അച്ഛന്മാരെ ഏൽപ്പിച്ചാലോ ഈ കാര്യം ശരിയായല്ലോ. കാരണം ആ 3 അച്ഛന്മാരും വൈകുന്നേരം ചെയ്തോളൂ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു പ്രാർത്ഥന നടത്തിയ സംഭവം ഒക്കെയായി. അങ്ങനെ കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയി. അച്ഛന് വരാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ തന്നെ പെട്ടു. ആദ്യത്തെ ദിവസം ചെല്ലുകയാണ്. ചെന്ന് ആദ്യത്തെ ടോക്ക്, സെമിനാരിയിൽ 10-13 വർഷം പഠിച്ചത് മുഴുവനും ഒരു ടോക്കായിട്ട് പറയാൻ നോക്കി. 3/4 മണിക്കൂർ കൊണ്ട് ടോക്ക് തീർന്നു. 1.5 മണിക്കൂറിൻ്റെ ടോക്കായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു ഡീക്കനായിട്ടുള്ള സഹോദരൻ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ സഹോദരൻ കയറിയിട്ട് ബാക്കി സമയം കൂടി പൂർത്തിയാക്കി. അപ്പോൾ ഞാൻ ഓർത്ത്, ഇനി കുഴപ്പമില്ല, വൈകുന്നേരം ഇവനെ കൊണ്ട് ബാക്കി സമയം തീർക്കാം, പിന്നെ എനിക്ക് ആ 3/4 മണിക്കൂർ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ വികാരിച്ചൻ വന്നിട്ട് പറഞ്ഞു, സാധാരണ എല്ലാ വർഷവും ആദ്യത്തെ ടോക്ക് കഴിയുമ്പോൾ ജനം പോവാറാണ് പതിവ്. പക്ഷേ ഇന്ന് വൈകുന്നേരം ഞാൻ നോക്കിയപ്പോൾ വീണ്ടും രാവിലെ കണ്ട ആളുകളെല്ലാം ഉണ്ട്, അതുകൊണ്ട് പുതിയ ടോക്ക് കൊടുക്കണം. അപ്പം നമ്മൾ പെട്ട അവസരത്തിലായി. വീണ്ടും രാവിലത്തേതും പിന്നെ കുറച്ച് കൂട്ടിച്ചേർത്തതൊക്കെ ആയിട്ട് എൻ്റെ കയ്യിലിരുന്ന മുഴുവൻ സ്റ്റോക്കും വൈകുന്നേരം തീരുകയാണ്. ഉടനെ
ഡീക്കനായിട്ടുള്ള സഹോദരൻ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് സന്തോഷമായി, ഇനി എനിക്ക് വേറൊരു അച്ഛനെ വിളിക്കാം. ഞാൻ ആ അച്ഛനെ വിളിച്ചപ്പോൾ ആ അച്ഛൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് മരണപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് വേറൊരു നിർവാഹമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയല്ലേ, അതിൻ്റെ അകത്തൊരു പേപ്പർ വെച്ചിട്ട് ഒരു പേനയും കൂടെ ആ കൂടത്തിൽ വെക്കുക, അച്ഛന് മാതാവ് എഴുതി തരും പ്രസംഗം. ഞാൻ അവിടെ ഇരുന്ന് രാവിലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം എനിക്ക് ഒരു വാക്ക് പോലും എഴുതാനായിട്ട് പറ്റിയില്ല. പക്ഷേ ആകെ ഓർമ്മ വന്നതാണ്, ദരിദ്രരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. ആ ഒരൊറ്റ വാക്യമാണ് കിട്ടിയത്. അതിനുശേഷം സംഭവിച്ചത്, ഞാൻ ഓർത്തു എന്തായാലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, നാണം കെടും. പക്ഷേ എൻ്റെ കൂടെ ആ ഡീക്കനായിട്ടുള്ള സഹോദരനുണ്ട്, അദ്ദേഹം ഒരുപക്ഷെ കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ദേവാലയത്തിലേക്ക് കടന്നു വന്നു, ബലിപീഠത്തിൽ ബേമയിൽ നിന്നു. അതിനടുത്ത് നിന്നിട്ട് ഈ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ബൈബിളുണ്ട്, ദരിദ്രരെ അവിടുന്ന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കും. പിന്നീട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ടോക്ക് അവസാനിക്കുക. ഒരു തടസ്സവും ഇല്ലാതെ ഇന്ന് വരെ ഒരിക്കലും എനിക്ക് എന്താണ് പറയേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്നൊരു ആകുലതയും തോന്നിയിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പോകുന്നിടത്തെല്ലാം വിജയിക്കുന്ന രീതിയിൽ കർത്താവിനെ നയിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ദേവാലയത്തിൽ ആ 3 ദിവസത്തെ ധ്യാനത്തിന് ടോക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ചന്ദ്രകുന്നേലച്ചൻ പന്നിമറ്റം ഇടവകയിലേക്ക് ആദ്യത്തെ ധ്യാനം ആ പള്ളിമുറ്റത്ത് നിന്ന് ബുക്ക് ചെയ്തു. പിന്നീട് അവിടുന്ന് വൈദികർക്കും അതുപോലെ തന്നെ സെമിനാരിയൻസിനും അതുപോലെ സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്നവർക്കും ഇടവകകളിലും ഹോസ്പിറ്റലുകളിലും നഴ്സിംഗ് കോളേജുകളിലും മാനസിക രോഗികളായിട്ടുള്ളവർക്ക് എല്ലാമായിട്ട് ഒരു 35ഓളം ധ്യാനങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. ഓരോരുത്തർ അവരുടെ പ്രായത്തിനനുസരിച്ച് ജപമാല ഇത് അർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ ഉള്ളിൽ നമ്മൾ ജന്മമെടുത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെ അനുഭവം ഈ കഴിഞ്ഞ ആഴ്ച എന്നോട് ഒരാൾ പങ്കുവെച്ചതാണ്. ഞാൻ എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഉരുവായ നിമിഷത്തെ ആ ജപമാല അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് അമ്മ കടന്നുപോയ മാനസികാവസ്ഥകൾ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. എൻ്റെ 1ാമത്തെ വയസ്സിൽ ഞാൻ പോലും ഓർമ്മിക്കാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ എൻ്റെ കുടുംബത്തിൽ നടന്നതായിരിക്കാം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. പിന്നീട് ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഇതേ സംഭവം നടന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആന്തരിക സൗഖ്യം സംഭവിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അത് ചിലരുടെ ഒരു അനുഭവമാണ്. ശരിക്കും പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് നമ്മുടെ മേൽ ഒരു കെയറിങ് ഉണ്ട്. അമ്മയ്ക്ക് സാധ്യമായത് മക്കൾക്ക് ചെയ്തു കൊടുക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധമ്മ അങ്ങനെ ഇടപെടും. അതുകൊണ്ട് ഈ പ്രായത്തിനനുസരിച്ചുള്ള ജപമാല ഒരു വലിയൊരു ആത്മീയ അനുഭവമായിട്ട് ഒത്തിരിയേറെ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടാണ് ഞാനത് പങ്കുവയ്ക്കാനിടയായത്. പ്രിയമുള്ള 2015-16 കാലഘട്ടങ്ങളിൽ സംഭവിച്ചൊരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വീണ്ടും പങ്കുവയ്ക്കാനായിട്ട് പ്രേരണ കിട്ടുക. 2015-16 കാലഘട്ടങ്ങളിൽ ഈ ആശ്രമം പുറപ്പെടുള്ള സെൻറ് ആൻ്റണീസ് ആശ്രമം പണിയുന്ന അവസരമാണ്. ഞാൻ അന്നേരം പള്ളിക്കാമുറിയിൽ ഉള്ള കപ്പുച്ചിന ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും പലപ്പോഴും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടെ അടുത്തുള്ള പല ശുശ്രൂഷകളും ഒക്കെ ചെയ്തിരുന്നത് കൊണ്ട് തിരികെ ആശ്രമത്തിലേക്ക് പോകാൻ, അതൊരു വാടകയ്ക്ക് താമസിക്കുന്നൊരു വീടായിരുന്നു അവിടെ. അതുകൊണ്ട് അവിടെ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തൊടുപുഴയുള്ള ഡിവൈൻ മേഴ്സി ഷ്രൈനിലാണ് പല ദിവസവും കിടന്നിരുന്നത്. അവിടുത്തെ റെക്ടറായിരുന്ന ജോസ് പൊതുരച്ചൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ആയിരുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും അവിടെ താമസിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവിടെ കിടക്കുന്ന അവസരത്തിൽ അന്ന് ഞാൻ പത്തനംതിട്ട പോയിട്ട് മടങ്ങി വരികയാണ്. പൊതുരച്ചൻ എന്നോട് പറഞ്ഞു, അത്താഴം കഴിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, അത്താഴം വേണ്ട, എനിക്ക് വിശക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു, വേണമെങ്കിൽ കഴിച്ചിട്ട് കിടന്നോ, അല്ലെങ്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വേണ്ട അച്ഛാ. അതിനെ കിടന്നുറങ്ങി. പക്ഷെ നേരം വെളുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് തുടങ്ങി. അപ്പോൾ പോയിട്ട് ഈ ഷ്രൈനിൻ്റെ അടുക്കളയിൽ പോയി നോക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ഓർത്ത് അതിലും നല്ലത് വീട് അടുത്താണ്, വീട്ടിലേക്ക് ചെല്ലാം. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് തോന്നി, അച്ഛനാകാൻ പോകുന്നവൻ അതിരാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പേ വീട്ടിലേക്കൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ നാട്ടുകാർ എന്ത് വിചാരിക്കും? അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. അപ്പം വാച്ചിൽ നോക്കിയപ്പോൾ സമയം 6 മണിയോട് അടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഞാനിങ്ങനെ ഓർത്തു, നെടിയശാലയുള്ള ഒരു ഹോട്ടൽ 6:15 തുറക്കും. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി 6:15 വരെ ഡിവൈൻ മേഴ്സി ഷ്രൈനിൽ ഇരുന്ന് ജപമാല അർപ്പിക്കുക. ഞാൻ 6:15 വരെ 6 മണി തൊട്ട് 6:15 വരെയുള്ള സമയത്ത് ഡിവൈൻ മേഴ്സി ഷ്രൈനിലെ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ, സക്രാരിയുടെ മുമ്പിൽ അവിടെ ആയിരുന്നുകൊണ്ട് അധികം ആളുകളില്ല, സിസ്റ്റേഴ്സ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നു. ഞാൻ അവിടെ ഇരുന്ന് ജപമാല അർപ്പിക്കാനായിട്ട് തുടങ്ങി. ജപമാല അർപ്പിച്ച് ജപമാല പൂർത്തിയാക്കി ഞാൻ പെട്ടെന്ന്
വിശപ്പ് കൂടിയതുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഹോട്ടൽ തുറന്നു വരുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ പുറത്ത് നിന്നുകൊണ്ട് വീണ്ടും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ പതിവില്ലാതെ മമ്മിയുടെ 3 മിസ്ഡ് കോൾ കിടപ്പുണ്ട്. ഞാൻ ഉടനെ മമ്മിയെ തിരികെ വിളിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, മോനെ ഇപ്പം പപ്പയ്ക്കും ചേട്ടായിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി. പപ്പയും ചേട്ടായും കൂടി ബുള്ളറ്റിൽ അടുത്തുള്ള ഇടവക ദേവാലയത്തിലേക്ക് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന അവസരത്തിൽ ഇലക്ട്രിക് ലൈൻ പൊട്ടിക്കിടക്കുകയായിരുന്നു. അത് അവരുടെ ദേഹത്ത് ചുറ്റി. ദൈവാനുഗ്രഹം കൊണ്ട് ആ ലൈനിൽ മാത്രം കറണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഇളകി ആടുമ്പോൾ ശരിക്കും കറണ്ടുള്ള ലൈനുമായിട്ട് ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ രണ്ടുപേരും വളരെ ടൈറ്റായിട്ട് അതിലെ ചുറ്റി വീണു. രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണെന്ന് മമ്മി വിളിച്ചു പറഞ്ഞു. ചാഴികാട്ട് ഹോസ്പിറ്റലിലാണ് തൊടുപുഴ. ഉടനെ എനിക്ക് അവിടുന്ന് അധികം ദൂരമില്ല. ഞാൻ പെട്ടെന്ന് ചാഴികാട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയും ഇവർ അവിടെ എത്തിയ അവസരം കൂടിയായിരുന്നു. പപ്പയും ചേട്ടായും ആ സമയത്ത് ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അവസരം. പപ്പയ്ക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. അപ്പം ശരിക്കും ഞാൻ അന്നേരം ഓർത്ത് നോക്കി, ശരിക്കും എന്നോട് ജപമാല അർപ്പിക്കാനായിട്ട് പറഞ്ഞതും ആ ജപമാല അർപ്പിച്ചുകൊണ്ടിരുന്ന അതേ സമയത്താണ് അവർക്ക് ഈ ആക്സിഡൻറ്റ് പറ്റുന്നത്. അവിടുന്ന് ഒരു 10 മിനിറ്റ് മതി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ. പുറകെ വന്ന വാഹനത്തിൽ അവരെ അവിടെ എത്തിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് രാത്രി ഞാൻ പപ്പയോടൊപ്പം രാത്രി ചെലവഴിക്കാനായിട്ട് സാധിച്ചു. ചേട്ടായി അടുത്ത റൂമിൽ അഡ്മിറ്റാണ്. ചേട്ടായിയുടെ ഒപ്പം ചേച്ചി നിൽക്കുന്നു. പപ്പയോടൊപ്പം ഞാൻ അങ്ങനെ രാത്രി ചെലവഴിക്കുമ്പോൾ പപ്പ ഇങ്ങനെ വേദന കൊണ്ട് പൊളയുമ്പോൾ മമ്മിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല. ചേട്ടൻ്റെ 2 കുട്ടികളെ നോക്കുന്നത് മമ്മിയാണ് ആ അവസരത്തിൽ. അപ്പോൾ മമ്മി വീട്ടിൽ നിന്ന് വന്ന് ആളുടെ കയ്യിൽ ഒരു ജപമാല കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് പപ്പയുടെ കൈ കൊടുക്കണം. അപ്പോൾ ഞാൻ ഓർത്തു, മമ്മി വേറെ ഒന്നും കൊടുത്തു വിടുന്നതിന് പകരം ജപമാലയാണ് പപ്പയുടെ കൈ കൊടുക്കുക. അതിനുശേഷം രാത്രി ഒരു 11:30 ആയപ്പം പപ്പ എന്നോട് പറഞ്ഞു, മോനെ ആ മേശപ്പുറത്തിരിക്കുന്ന ജപമാല എൻ്റെ കയ്യിലേക്ക് എടുത്തു തരിക. അപ്പോൾ ഞാൻ ആ ജപമാല എടുത്ത് പപ്പയുടെ കൈ കൊടുത്തു. എന്നിട്ട് പപ്പയോട് ചോദിച്ചു, പപ്പ ഇപ്പം ഉറങ്ങുന്നില്ലേ? അപ്പോൾ പപ്പ പറഞ്ഞു, എനിക്ക് ഇന്ന് ചെയ്യേണ്ട പ്രാർത്ഥന ജപമാല ഞാൻ അർപ്പിച്ചിട്ടില്ല. പപ്പ ആ വേദനയുടെ ഇടയിൽ ഇരുന്ന് ജപമാല അർപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പപ്പയോട് ചോദിച്ചു അത്ഭുതത്തോടെ, പപ്പ എത്ര ജപമാല ഒരു ദിവസം അർപ്പിക്കും? മോനെ ഞാൻ അധികമൊന്നും അർപ്പിക്കാറില്ല. ഞാൻ ഒരു ദിവസം 5 ജപമാല അർപ്പിക്കുന്നുള്ളൂ. അത്രേ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഇത്രയും കാർഷിക മേഖലയിൽ അധ്വാനിക്കുന്ന കർഷകനായിട്ടുള്ള എൻ്റെ പപ്പ, ഞാൻ സെമിനാരിയിൽ ചേരുന്ന സമയം വരെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പകരം പപ്പ അത്രയും ജപമാല 5 ജപമാല അർപ്പിക്കുന്നുണ്ട്. ഞാൻ പപ്പയോട് ചോദിച്ചു, പപ്പ ഈ 5 ജപമാലയുടെ നിയോഗം എന്താണ്? ഒന്ന് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊന്ന് എൻ്റെ മൂത്ത മകന് വേണ്ടി, മറ്റൊന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്, അടുത്തത് നിനക്ക് വേണ്ടിയിട്ടാണ്, 5ാമത്തത് ഞങ്ങൾ 2 പേർക്ക് വേണ്ടിയിട്ട്, പപ്പയ്ക്കും മമ്മിക്കും വേണ്ടിയിട്ടാണ്. അങ്ങനെ 5 ജപമാല. അപ്പം വീണ്ടും കൗതുകം തോന്നിയിട്ട് പപ്പയോട് ചോദിച്ചു, പപ്പ വേറെ എന്ത് പ്രാർത്ഥനയാണ് ചെല്ലുന്നത്? ഞാൻ 5 കരുണക്കൊന്തയും കൂടി എല്ലാ ദിവസവും ചെല്ലും. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അതും ഇതുപോലെയാണ്. ഒന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റൊന്ന് മൂത്ത മകൻ, 2ാമത്തെ മകളാണ് ചേച്ചിക്ക് വേണ്ടി, 3ാമത്തത് നിനക്ക് വേണ്ടിയിട്ട്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം വീണ്ടും പപ്പയോട് ചോദിച്ചു, വീണ്ടും പപ്പ എന്താണ് പ്രാർത്ഥിക്കാറ്? പപ്പ പറഞ്ഞു, നീ അച്ഛനായ അന്ന് തൊട്ട് ഞാൻ 33 എത്രയും ദേളമാതാവേയും കൂടി നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഞാൻ അന്നേരം നന്ദിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പപ്പ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ 33 എത്രയും ദേളമാതാവേയും ജപമാല ഒരെണ്ണം എനിക്ക് വേണ്ടിയിട്ടും കരുണക്കൊന്ത ഒന്ന് എനിക്ക് വേണ്ടിയിട്ടും ചൊല്ലുന്ന എനിക്കൊരു കരുത്തായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അപകട സാഹചര്യങ്ങളിലും ഇതെനിക്ക് കരുത്താവുന്നുണ്ടെന്ന് നന്ദിപൂർവ്വം തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ മമ്മിയുടെ കാര്യത്തിലും ഇതുപോലെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. മമ്മിയുടെ പേര് തന്നെ മേരി എന്നാണ്. മമ്മിയുടെ അമ്മ 3 ആൺമക്കളുണ്ടായിട്ട് കുറവലിങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയത്തിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു, അടുത്ത് എനിക്ക് പെൺമകളാണ് ജനിക്കുന്നതെങ്കിൽ അവൾക്ക് ഞാൻ മുത്തിയമ്മയുടെ പേരിടാം. അങ്ങനെയാണ് മമ്മിയുടെ പേര് കിട്ടിയത്. അപ്പം മമ്മി, ഞാൻ പുരോഹിതനായ നിമിഷം തൊട്ടേ മമ്മി ചെരുപ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട്. അതെനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അപ്പം മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ മാതൃസ്നേഹവും ദൈവവിശ്വാസവുമാണ് ഒരു പുരോഹിതനാകുന്നതിൽ, ഒരു ഫ്രാൻസിസ്കൻ കപ്പൂച്ചിനാകുന്നതിൽ ഒക്കെ എനിക്ക് കരുത്തായി തീർന്നിരിക്കുക. അവരെ നന്ദിപൂർവ്വം നല്ല ദൈവത്തിന് സമർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എളിമയുള്ളവരെ കർത്താവ് ഉയർത്തുമെന്ന് നമുക്കറിയാം. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥന ദൈവത്തിനുമുമ്പിൽ ഏറ്റവും പ്രീതികരമായിട്ട് മാറുന്നത് അത് എളിമയുടെ പ്രാർത്ഥനയായിട്ട് മാറുന്നതുകൊണ്ടാണ്. ആ പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവഹിതത്തിന് നമുക്ക് ആമേൻ പറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.